സീറ്റുകൾ ഏറ്റെടുക്കാനുള്ള കോൺഗ്രസ് നീക്കത്തിൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് കടുത്ത അതൃപ്തി. സീറ്റ് വച്ചുമാറൽ ചർച്ചകൾക്ക് പ്രസക്തിയില്ല എന്നാണ് പി ജെ ജോസഫിന്റെ പ്രതികരണം. ചർച്ച ചെയ്തിട്ടില്ലല്ലോ, അങ്ങനെ ചർച്ചയ്ക്ക് സ്കോപ്പില്ല. ജയസാധ്യത നോക്കണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ. പിന്നെ പറയുന്നത് അത് ഓരോ സ്ഥലത്തും 140 സീറ്റും മത്സരിക്കാൻ അങ്ങനെ അല്ലാണ്ട് ഔദ്യോഗികമായൊരു ആവശ്യപ്പെടലുണ്ടായിട്ടില്ല. പാർട്ടിയുടെ അടിയന്തര ഹൈപ്പവർ കമ്മിറ്റി നാളെ ചേരും. ലീഗിന് കഴിഞ്ഞ തവണ മത്സരിച്ച സീറ്റുകൾ കൊടുക്കാമെങ്കിൽ തങ്ങൾക്കും അതിന് അവകാശമുണ്ടോ എന്നാണ് നേതാക്കൾ കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചത്. ടോബി ജോൺസൺ വിവരങ്ങളുമായി. ടോബി, നമ്മൾ നേരത്തെ ഈ വാർത്തയെക്കുറിച്ച് വിശദമായി തന്നെ ചർച്ച ചെയ്തിരുന്നതാണ്. ഒരു കാരണവശാലും വിട്ടുകൊടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. 10 സീറ്റ് തങ്ങൾക്ക് വേണം, ഇനി ചില സീറ്റുകൾ വെച്ച് മാറാൻ വേണമെങ്കിൽ തയ്യാറാണ് എന്ന തരത്തിലേക്കൊക്കെ. എന്താണ് ഇപ്പോൾ പി ജെ ജോസഫ് പറയുന്നത്? ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ ഉദിച്ചു വരുന്നില്ല എന്നാണോ? തീർച്ചയായിട്ടും. എന്തായാലും ഉഭയകക്ഷി ചർച്ചയിലേക്ക് കടക്കാത്തൊരു പശ്ചാത്തലത്തിലാണ് പി ജെ ജോസഫ് അങ്ങനെ ഒരു പ്രതികരണം നടത്തിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ അതിനപ്പുറത്തേക്ക് നേതാക്കൾ തമ്മിലുള്ള ചർച്ചകൾ ഇതിനോടകം തന്നെ നടന്നിട്ടുണ്ട്. പല നേതാക്കളും കേരള കോൺഗ്രസിന്റെ നേതാക്കളുമായി ചർച്ച ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിൽ പറയുന്ന ഒരു കാര്യമേ ഉള്ളൂ, വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ നിർത്തണമെന്നുള്ളൊരു പ്രധാനപ്പെട്ട ആവശ്യമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോഴാണ് കേരള കോൺഗ്രസിന് എവിടെയൊക്കെ വിജയസാധ്യതയുള്ള ആളുകളുണ്ട് എന്നുള്ള ചോദ്യം പ്രസക്തമാകുന്നത്. പ്രത്യേകിച്ചും അവരുടെ ശക്തി കേന്ദ്രമായിട്ടുള്ള കോട്ടയത്തടക്കം അവർക്ക് പല സീറ്റുകളിലും വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. ഏറ്റുമാനൂർ സീറ്റ്, ചങ്ങനാശ്ശേരി സീറ്റൊക്കെ ഏറ്റെടുക്കാൻ നേരത്തെ തന്നെ കോൺഗ്രസ് ചില ശ്രമങ്ങൾ നടത്തിയിരുന്നു. അതിന്റെ ഭാഗമായിട്ട് കോൺഗ്രസ് നേതാക്കൾ തന്നെ ഈ സീറ്റുകളിൽ മത്സരിക്കാനുള്ള ചില നീക്കങ്ങളും ആരംഭിച്ചു. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ചില ചർച്ചകൾ സജീവമായിരിക്കുന്നത്. എന്തായാലും കേരള കോൺഗ്രസ് അങ്ങനെ ഈ 3-4 സീറ്റുകളൊക്കെ വിട്ടുകൊടുക്കുന്ന ഒരു നടപടിയിലേക്ക് എത്തില്ല. അവർക്ക് അതിൽ വലിയ എതിർപ്പുണ്ട്. ഇങ്ങനെ ഈ 4 സീറ്റൊക്കെ ഏറ്റെടുക്കാനുള്ള തീരുമാനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അത് പാർട്ടിയുടെ ശക്തിയെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണെന്നുള്ള വിലയിരുത്തൽ അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ സീറ്റുകൾ വെച്ചുമാറുന്നതിന് വേണ്ടി തയ്യാറായേക്കും. എന്നാൽ ഈ 10 സീറ്റ് എന്നുള്ളതിൽ തന്നെ ഉറച്ചു നിൽക്കാനുള്ള സാധ്യതയുമാണ് നിലനിൽക്കുന്നത്. പ്രശ്നം രൂക്ഷമാവുകയാണെങ്കിൽ ഒരുപക്ഷെ 8 സീറ്റുകളൊക്കെ നൽകി കേരള കോൺഗ്രസിനെ അനുനയിപ്പിച്ച് കൂടെ നിർത്താനായിരിക്കും UDF നേതൃത്വം ശ്രമിക്കുക. അനുജ, അതാണ് ഹൈപ്പവർ കമ്മിറ്റി വളരെ നിർണായകമാണ്. നാളെ ചേരാനിരിക്കുന്ന ഹൈപ്പവർ കമ്മിറ്റി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.